യെസ്. മാഷി, ഇന്ന് രാവിലെ തന്നെ ഒരു വാർത്ത. ഹമാസ് അവിടുത്തെ ഗസയിലെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയെ ഭീകര കേന്ദ്രമാക്കി മാറ്റി. പതിവ് പോലെ ഇസ്രായേൽ അതിലിട്ട് പൊട്ടിച്ചു. 12 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ മുൻ IDF മേധാവി ഹെർസി ഹെലവിയുടെ ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇനി കയ്യുറ മാറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 2 ലക്ഷത്തിലേറെ പരിക്കും മരണവും ഗാസയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നു. അതായത് ഇനി മറയില്ലാതെ ഞങ്ങൾ ചെയ്യുകയാണ്, മറയില്ലാതെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് എന്നുള്ളതല്ലേ? അതെ, അതതിൻ്റെ അർത്ഥം. ഇത്രയും കാലമായിട്ട് ഇപ്പോൾ ഈ ഇസ്രായേൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണത്തിൻ്റെ കാഷ്വാലിറ്റീസ്, ടോള്, മരണനിരക്ക്, പരിക്കേറ്റവരുടെ നിരക്ക്, പലായനം ചെയ്തവരുടെ നിരക്ക്, മാറ്റിപ്പാർപ്പിച്ചവരുടെ നിരക്ക് ഒക്കെ നമ്മൾ വായിച്ചത് ഇതിനേക്കാൾ എത്രയോ കുറവായിരുന്നു. വെച്ചാൽ ഒരു അടുത്ത കാലം വരെ നമ്മൾ വായിച്ചിരുന്നത് മിക്ക ദിവസങ്ങളിലെയും പത്രങ്ങളിൽ സോഫാർ 50,000 എന്നാണ്, 50,000. ഇപ്പോൾ പറയുന്നത് 60,000 കടന്നിരിക്കുന്നു എന്നാണ് ഔദ്യോഗിക കണക്ക്. ആരുടെ? പലസ്തീൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക കണക്ക് 60,000 ആയിട്ടുള്ളൂ. ഇത്രയും കാലം ഈ ഹമാസിൻ്റെ അവിടുത്തെ നുഴഞ്ഞുകയറ്റത്തെ തുടർന്ന് ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായ ഒരു തിരിച്ചടിക്ക് പോലും അവസരം കൊടുക്കാതെ ഗസയിലെ ഹമാസിനെ തുടച്ചു നീക്കാൻ വേണ്ടി ഏതാണ്ട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 60,000 ഉള്ളൂ എന്ന് പറയും നാണക്കേട് മറച്ചു വെക്കാൻ വേണ്ടി. ആരാ കണക്ക് പറയേണ്ടത്? ആരാണോ ഇരകൾ അവരല്ലേ പറയേണ്ടത്. അപ്പോൾ പലസ്തീൻ ഗവൺമെൻറ്, പലസ്തീൻ അതോറിറ്റി അല്ലെങ്കിൽ ഈ ഹമാസിൻ്റെ നേതാക്കന്മാർ ലോകത്തോട് പറഞ്ഞത് ഇതുവരെ 50,000 എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു 60,000 പറയുന്നുണ്ട്. ഇസ്രായേൽ പറയുന്നത് ഇനി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഇനി ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ സമാധാന പ്രേമികളാണെന്ന് ഇനി ലോകത്തോട് പറയുന്നില്ല, ഞങ്ങൾക്ക് യുദ്ധവിരാമ കരാർ, വെടിനിർത്തൽ കരാറിന് യാതൊരു താല്പര്യവുമില്ല, ഞങ്ങൾ വെടിവെച്ച് തീർക്കുകയാണ്. അതുകൊണ്ട് ഇതുവരെ പലരും പറഞ്ഞ കണക്കിനോട് ഞങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ എൻഡോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 ലക്ഷത്തിലേറെ പലസ്തീനികളെ ഞങ്ങൾ വകവരുത്തിയിട്ടുണ്ട്. നിരപരാധികളെ കൊല്ലാൻ വേണ്ടിയല്ല, പക്ഷേ നിരപരാധികൾക്കിടയിൽ ഭീകരവാദികൾ ഒളിച്ചിരുന്നാൽ ആ നാട് തന്നെ ഞങ്ങൾ നാമാവശേഷമാക്കിയിട്ടുണ്ട്. പലരോടും നാട് വിട്ടു പോകാനുള്ള ഫോർമുല ഞങ്ങൾ വെച്ച് നോക്കി. അതിന് ചില രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമൊക്കെ ഞങ്ങൾ പറഞ്ഞു നോക്കി. അവർ മടിച്ചു നിന്നു. അവരെ പലരും മോഹിപ്പിച്ചു, നിങ്ങൾ പോണ്ട, ഇസ്രായേൽ ഇപ്പോൾ തോൽക്കും എന്ന് പറഞ്ഞു നിന്ന് നോക്കി. പക്ഷേ അതുകൊണ്ട് അവർ പോയില്ല. അപ്പോൾ അവരും കൊല്ലപ്പെട്ട കൂട്ടത്തിൽ പെടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അവർക്ക് പിന്നെ കൊടുത്ത അവസരം, നിങ്ങൾ ഗസയിൽ നിന്ന് പോയിക്കൊള്ളുക, ഗസയിൽ നിന്ന് വിദൂരമായ നാടുകളിലേക്ക് ജീവനും കൊണ്ട് വേണമെങ്കിൽ പോയിക്കൊള്ളുക, അതിന് അവസരം കൊടുത്തു. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ പോയപ്പോൾ ഉണ്ടായ പ്രശ്നം, അവർക്ക് ആ പോയ നാടുകളിലൊന്നും മരുഭൂമിയാണ്, കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല, ആശുപത്രിയില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, ഭക്ഷണമില്ല. അപ്പോൾ അങ്ങനെ പിന്നെയും ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കുന്നുണ്ട്. സത്യമാണ്, ഞങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ആദ്യമായി ഇസ്രായേൽ പക്ഷത്ത് നിന്ന് ഒരാളല്ല, ഇസ്രായേൽ പക്ഷത്തെ ഔദ്യോഗികമായ വക്താവ് അല്ലേ, കൃത്യമായി എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഹെർസി ഹെലാവി. അതായത് അദ്ദേഹം പറയുന്ന കൊല്ലപ്പെട്ടത് 64,718 എന്ന ഔദ്യോഗിക കണക്ക്. പരിക്കേറ്റവർ 1,63,859. അതാണ് പലസ്തീന്റെ ഔദ്യോഗിക കണക്ക്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കണക്ക് അതല്ല. 2 ലക്ഷത്തി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക്. ആ കണക്ക് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് എന്ന് പറഞ്ഞാൽ ഗസയിലെ ഹമാസിന്റെ ഭരണത്തിലുള്ള പലസ്തീൻ ഭരണകൂടം പറഞ്ഞ കണക്കാണ്. ആ കണക്കല്ല യഥാർത്ഥ കണക്ക് എന്നാണ് ഇസ്രായേൽ പക്ഷത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായിരിക്കാനാണ് ശരി, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പോഴാണ് അവശേഷിക്കുന്ന അവിടെ ഇനിയും തകരാൻ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയെ ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഇവർ. അതിൻ്റെ അർത്ഥം എന്താ? അവസാനത്തെ ആളിക്കത്തുന്നതിന് മുമ്പുള്ള പൊട്ടിത്തെറിയാണ്. ഇനി അവർ പൊട്ടിത്തെറിച്ച് തീരും എന്നാണ് ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം. ഇതിൽ 2 ലക്ഷത്തിലേറെ പേരെ ഇസ്രായേൽ കൊന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആകെ പലസ്തീൻ ജനത എത്ര ഉണ്ടാവും? എനിക്ക് തോന്നുന്നു കൊല്ലപ്പെട്ടതിൻ്റെ ഒക്കെ ഒരു കണക്ക് നോക്കുമ്പോൾ ഒരു 25 ലക്ഷം ആളുകൾ ഉണ്ടാവില്ല അവിടെ എന്നുള്ളതാണ് അല്ലേ? അതായത് 2.2 ദശലക്ഷം ജനസംഖ്യ. 2 ലക്ഷം 2.2 ദശലക്ഷം ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 22 ലക്ഷം ആളുകളെ ഉള്ളൂ. അതിലാണ് 2 ലക്ഷം പേര് കൊന്നത് എന്ന് പറഞ്ഞാൽ 10% ആളുകളെ. ആകെ പലസ്തീനിൽ ഇനിയിപ്പോൾ ഗസയിൽ അവശേഷിക്കുന്ന പലസ്തീനികളിൽ ആകെയുള്ള ജനസംഖ്യയുടെ 10% പേരെ ഈ ഒരു ഒറ്റ യുദ്ധത്തിൽ കൊന്നിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പലസ്തീൻ ആർക്ക് വേണ്ടിയാണ് നിലവിളിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് പൊരുതുന്നത്?
പലസ്തീനെ ഇനി ആരാണ് രക്ഷിക്കാൻ പോകുന്നത്? ഈ 10 മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ആരെങ്കിലും അവരെ രക്ഷിക്കാൻ എത്തിയോ? ഏതെങ്കിലും ലോകത്തിലൊരു ശക്തി എത്തിയോ? ഐക്യരാഷ്ട്രസഭ വന്നോ? അമേരിക്ക വന്നുവോ? അറബ് രാജ്യങ്ങൾ വന്നോ? അവർക്കാരുമില്ല ഇനി അങ്ങോട്ട് എന്നതിൻ്റെ പ്രഖ്യാപനമാണിത്. ഞങ്ങൾ 2.25 ലക്ഷം ആളുകളെ കൊന്നിരിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2, ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മറയുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മറ്റൊരു പ്രഖ്യാപനം കൂടിയാണ്. ഈ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തിലേറെ പലസ്തീൻ പൗരന്മാരെ കുരുതി കൊടുക്കാൻ വിട്ടിട്ട് നേതാക്കന്മാർ എവിടെ പോയി വിളിച്ചിരിക്കുന്നത്? ഖത്തറിൽ വിളിച്ചിരിക്കുന്നത്. അവർ സുരക്ഷിതമായ താവളങ്ങളാണ്. ആ താവളത്തിനാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അവർക്കും കൊടുത്തു ഒരു ഡോസ്. ഇപ്പോൾ ഖത്തർ ആഗോള ഉച്ചകോടിയൊക്കെ വിളിച്ചിരിക്കുകയാണ് ഞങ്ങളെ ആക്രമിക്കുന്നേ. ഓർക്കണ്ടേ? ഇതിപ്പോൾ ആലോചിച്ച് നോക്കൂ. ഹമാസ് തീവ്രവാദികളുടെ നേതാക്കന്മാർക്ക് സുരക്ഷിതമായ താവളം ഒരുക്കി കൊടുത്തിട്ട് അവരുടെ അധ്യക്ഷതയിൽ, അവരുടെ കാർമ്മികത്വത്തിൽ അവിടെ നിരന്തരമായ ഈ വെടിനിർത്തൽ യോഗം, സമാധാന യോഗങ്ങൾ വിളിച്ചു കൂട്ടിയത് ആർക്ക് വേണ്ടിയായിരുന്നു? എന്താ അതുകൊണ്ട് ഗുണമുണ്ടായത്? സമാധാനം എന്നെങ്കിലും കൈവന്നോ? പലസ്തീനികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇസ്രായേലിനെ ഒരു ദിവസമെങ്കിലും നിലക്ക് നിർത്താനോ വെടിനിർത്താനോ പറ്റിയോ? എന്നിട്ടും എന്തായിരുന്നു ഈ ചർച്ചകൾ, ഇങ്ങനെ മാരത്തോൺ ചർച്ചകളുടെ ലക്ഷ്യം എന്തായിരുന്നു? അത് ഹമാസിനെ കൂടി രക്ഷിക്കാനായിരുന്നില്ലേ? ഹമാസിൻ്റെ നേതാക്കന്മാരെ സുരക്ഷിതമായി രക്ഷിക്കാനായിരുന്നില്ലേ? അതിന് 2 കാരണങ്ങളുണ്ട്. ഈ ചർച്ചയ്ക്കൊക്കെ നേതൃത്വം നൽകിയത് അമേരിക്കൻ വക്താവാണ്. വിറ്റ്കോഫും ട്രംപും ഒക്കെയാണ്. അവർക്ക് എന്താ താല്പര്യം? ലോകത്തിലെ എല്ലാ ഭീകരവാദികളെയും പോറ്റി വളർത്തുന്നതിൽ അമേരിക്കയിലുള്ള താല്പര്യമാണ്. ഇപ്പോഴും ഹമാസിൻ്റെ പിന്നിൽ അമേരിക്ക അല്ല എന്നെന്താണ് ഉറപ്പ്? അല്ലെങ്കിൽ എന്തിനാണ് വെടിനിർത്തലിന് വേണ്ടി ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇസ്രായേൽ അമേരിക്കയുടെ മാനസപുത്രനാണല്ലോ. ഇസ്രായേലിൻ്റെ പക്ഷത്തല്ല അമേരിക്ക യാതൊരു മറയുമില്ലാതെ നിൽക്കേണ്ടത്. ഇസ്രായേലിന് എന്തുകൊണ്ട്? ഞാൻ പറയുന്നത് ഇസ്രായേലിൻ്റെ പക്ഷത്ത് അവർ നിന്നൊരു കാലമുണ്ടല്ലോ. അവരാണല്ലോ ഇസ്രായേലിനെ വളർത്തിയത്. അപ്പോൾ ഇപ്പോൾ ഹമാസിനെ വളർത്തുന്ന ശക്തികളിൽ ഒന്നായി അമേരിക്ക മാറി. ഹമാസിനെ സംരക്ഷിക്കുന്ന ശക്തിയായി ഖത്തർ മാറി. ആ ഖത്തറും, നീയല്ലേ കഴിഞ്ഞ ദിവസം നമ്മളായിട്ട് സംസാരിച്ചത്, ഖത്തറും അമേരിക്കയും തമ്മിൽ അത്താഴമുണ്ടെന്ന ഒരു അവസ്ഥയിലെത്തി. എങ്ങോട്ടാണ് ലോകത്തിൻ്റെ പോക്ക്? അതുകൊണ്ട് ഇസ്രായേൽ ഗ്ലൗസൊക്കെ വലിച്ചൂരി എറിഞ്ഞിരിക്കുന്നു. അതിലൊരു കാര്യം കൂടിയില്ലേ മാഷെ, ഇനി അങ്ങോട്ടേക്ക് യാതൊരു എന്താ പറയാ മറയുമില്ലാതെ ഞങ്ങൾ കൊന്നു തീർക്കുന്നതാണ്. ഫിനിഷ് ദ ജോബ് എന്നാണ് അവരുടെ മുദ്രാവാക്യം. ഇനി അത് തീരുകയോ വഴിയുള്ളൂ. അതിന് അവസാനത്ത് അവശേഷിക്കുന്ന ഫലസ്തീനികളെ കൂടി കൊന്നൊടുക്കാനുള്ള വഴിയൊരുക്കുകയാണ്. അവിടെ വീണ്ടും ഈ യൂണിവേഴ്സിറ്റികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്. ആർക്ക് വേണ്ടി? 2 പാഠങ്ങൾ ഇവർ പഠിക്കണം. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ ജനം ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെയൊക്കെ മക്കൾ എവിടെയുണ്ട്, നിങ്ങളുടെ നേതാക്കൾ എവിടെയുണ്ട് എന്ന് കുറേ ഫലസ്തീനികൾ ചോദിക്കണം. നിങ്ങളെ ഈ ചാവേറാക്കി ഇസ്രായേലിൻ്റെ ബോംബുകൾക്ക് മുമ്പിലേക്ക്, മിസൈലുകൾക്ക് മുമ്പിലേക്ക്, ഡ്രോണുകൾക്ക് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് നിങ്ങളുടെ നേതാക്കന്മാരിവിടെ പോയിരിക്കുന്നു. വിദേശ രാജ്യത്ത് സുരക്ഷിതമായ സൗകര്യങ്ങളിൽ, സുഖശീതളമായ കാലാവസ്ഥയിൽ അവർ സുഖിച്ചു വാഴുമ്പോൾ നിങ്ങളെ ചാവേറാക്കുന്നവൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് പരലോകം, അവർക്ക് ഇഹലോകം എന്നല്ലേ എൻ്റെ അർത്ഥം? നിങ്ങൾ ജിഹാദ് നടത്തിയിട്ട് പരലോകത്ത് ചെന്നാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇവർക്കോ? അങ്ങനെയാണെങ്കിൽ ജിഹാദിയാണെങ്കിൽ അദ്ദേഹമല്ല, അവരല്ലേ ആദ്യം ആ സ്വർഗത്തിന് മുമ്പിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇസ്രായേൽ ഈ കണക്ക് സത്യസന്ധമായി പറയാൻ തുടങ്ങി എന്നുള്ളെങ്കിലും പറയാം. തീർച്ചയായിട്ടും ഇസ്രായേലിനോട് വെടിനിർത്താൻ പറയേണ്ടവരാരും പറഞ്ഞിട്ടില്ല. വെടിനിർത്തുക എന്ന് പറയുന്നത് പോലും ഒരു പ്രഹസനമാണ്. വെടിനിർത്തൽ പോലും അക്രമികളെ രക്ഷിക്കാനുള്ള ഒരു തന്ത്രമായി തീർന്നാൽ എന്താ സ്ഥിതി? അപ്പോൾ അതുകൊണ്ട് ഈ തന്ത്രങ്ങളൊന്നും ഇനി ഇസ്രായേലിൻ്റെ മേൽ നടപ്പില്ല എന്ന് വേണം കരുതാൻ. ഇസ്രായേൽ തീരുമാനിക്കുന്നത് നടപ്പാക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇസ്രായേലിന് തീർച്ചയായിട്ടും പ്രതിസന്ധിയുണ്ട്, വലിയ ക്രൈസിസ് ഇസ്രായേലിലും ഉണ്ട്. എങ്കിലും അവർ ഒരു തീവ്ര യത്നത്തിലാണ് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നെതന്യാഹുവും കൂട്ടരും. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വേണം ഈ സമയത്ത് പറയാൻ. അത് തന്നെയാണ്, ഞങ്ങൾ ഗ്ലൗസ് ഊരി വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇതാ ഞങ്ങളുടെ കൈകളിൽ തന്നെ നേരിട്ട് ഞങ്ങൾ ചോരയിൽ മുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ കൊന്നതിൻ്റെ കണക്ക് യാതൊരു മറയുമില്ലാതെ ഞങ്ങൾ പറയാം, നിങ്ങൾ പറഞ്ഞ കണക്ക് തെറ്റാണ്, അത്രയല്ല കൊന്നത്. നിങ്ങൾ 60,000 എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2,20,000 കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പറഞ്ഞതിൻ്റെ 4 ഇരട്ടി ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജനസംഖ്യയുടെ 10-1 ഞങ്ങൾ കൊന്നിരിക്കുന്നു. അത് തുടരും. ഇല്ലെങ്കിൽ ഒരു ഏകപക്ഷീയമായ കീഴടങ്ങാൻ ഫലസ്തീൻ പക്ഷത്ത് നിന്ന് ഹമാസ് തയ്യാറാവാത്ത കാലത്തോളം ഞങ്ങൾ മറ നീക്കി കൂട്ടക്കൊലകൾ തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. തെറ്റാണ് നമുക്ക് പറയാം, മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പറയാം, മനുഷ്യരുടെ കണ്ണീര് കാണാൻ വയ്യ എന്ന് പറയാം, നിലവിളികൾ കേൾക്കാൻ വയ്യ എന്നൊക്കെ പറയാം. പക്ഷേ ഇങ്ങനെ ഒരു കണ്ണീരും നിലവിളിയൊക്കെ
ഈ ചരിത്രത്തിൽ ആരൊക്കെ ഉണ്ടാക്കിയതാണോ കർമ്മഫലം എല്ലാവരും അനുഭവിക്കുമെന്ന് മാത്രമേ ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.